ഗ്രീൻലാൻഡ് സ്വന്തമാക്കാനുള്ള അമേരിക്കൻ നീക്കങ്ങൾക്കെതിരെ പ്രതിരോധം ശക്തമാക്കിയ യൂറോപ്യൻ രാജ്യങ്ങൾ ഗ്രീൻലാൻഡിൽ സൈന്യത്തെ വിന്യസിക്കുന്നു. ഡെൻമാർക്ക് സൈന്യത്തോടെ സംയുക്ത പരിശീലനത്തിന്റെ ഭാഗമായി ഫ്രഞ്ച് സൈന്യം ഗ്രീൻലാൻഡിലെത്തി. ജർമ്മനി, സ്വീഡൻ, നോർവേ, ഫിൻലൻഡ്, നെതർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളുടെ ചെറു സൈനിക വിഭാഗങ്ങളും ഗ്രീൻലാൻഡിലെത്തി. US വൈസ് പ്രസിഡന്റ് JD വാൻസുമായി ഡെൻമാർക്ക്, ഗ്രീൻലാൻഡ് വിദേശകാര്യമന്ത്രിമാരും കൂടിക്കാഴ്ച നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് നിർണായക നീക്കം. Au Groenland, territoire autonome du royaume de Danemark, les Européens ont une responsabilité particulière, car ce territoire appartient à l'Union européenne, car ce territoire est aussi celui d'un de nos alliés de l'OTAN. La France a décidé de se joindre à l'exercice qui a été programmé et lancé par le Danemark de manière souveraine et indépendante dans le cadre d'Arctic Endurance. Une première équipe de militaires français est déjà sur place et sera renforcée dans les prochains jours par des moyens terrestres, aériens et maritimes. എന്താണ് കൂടുതൽ വിവരങ്ങൾ? അമൃത, തീർച്ചയായും നമ്മളിപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് കേട്ടതുപോലെ അദ്ദേഹത്തിന്റെ ഫ്രഞ്ച് ഭാഷയിലാണ് അദ്ദേഹത്തിന്റെ നിലപാട് എങ്കിൽ കുറെ കൂടി കൃത്യമായി നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത് ജർമ്മനി, സ്വീഡൻ, നോർവേ, ഫിൻലൻഡ്, നെതർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളുടെ ഒരു സംയുക്ത സൈനിക വിഭാഗമായാണ് ഇപ്പോൾ ഗ്രീൻലൻഡിലേക്ക് എത്തിയിരിക്കുന്നത്, അതല്ലെങ്കിൽ ഗ്രീൻലൻഡിലേക്ക് സൈനിക വിഭാഗങ്ങൾ എത്തിയിരിക്കുന്നത് എന്നതാണ്. ഗ്രീൻലൻഡിനെ തങ്ങളുടെ ഭാഗമാക്കാനുള്ള ഒരു നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത് പല തരത്തിലുള്ള നീക്കമാണ് നടത്തിയത്. സൈനിക നീക്കം നടത്താനുള്ള സാധ്യതയെങ്കിൽ അത്, അല്ലെങ്കിൽ പണം നൽകി കൈവശപ്പെടുത്താനുള്ള നീക്കമെങ്കിൽ അത്, അത്തരത്തിലുള്ള നീക്കങ്ങളായിരുന്നു അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. നമുക്കറിയാവുന്നതാണ്, ഡെൻമാർക്കിന്റെ ഒരു ഓട്ടോണോമസ് അല്ലെങ്കിൽ സ്വയംഭരണാവകാശമുള്ള ഒരു ദ്വീപ് പ്രദേശമാണ് ഗ്രീൻലൻഡ്. അതുകൊണ്ട് തന്നെ ഡെൻമാർക്ക് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിനെ അതിശക്തമായി എതിർക്കുകയും ഡെൻമാർക്ക് തന്നെ അതിശക്തമായി രംഗത്ത് വരികയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇന്നലെ US വൈസ് പ്രസിഡന്റ് JD വാൻസുമായി ഡെൻമാർക്കിന്റെയും അതുപോലെ തന്നെ ഗ്രീൻലൻഡിന്റെയും വിദേശകാര്യമന്ത്രിമാർ കൂടിക്കാഴ്ചയും നടത്തിയത്. ഇതിന് തൊട്ട് പിന്നാലെയാണ് ഈ യൂറോപ്യൻ സൈനിക വിഭാഗങ്ങൾ അവിടെ വിവിധ സമയങ്ങളിലായി എത്തുകയും അവസാനമായി ഫ്രഞ്ച് സൈനിക വിഭാഗങ്ങൾ എത്തുകയും ചെയ്തത്. ഡെൻമാർക്കിന്റെ സൈന്യവുമായി ഗ്രീൻലൻഡിൽ സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ ഭാഗമായി എത്തിയിരിക്കുന്നു എന്നാണ് ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങളെല്ലാം തന്നെ വന്നിട്ടുള്ളത്. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് തങ്ങൾക്കെതിരെ ഉണ്ടായാൽ, അല്ലെങ്കിൽ ഗ്രീൻലൻഡ് പിടിച്ചെടുക്കാനുണ്ടായാൽ തീർച്ചയായും പ്രതിരോധിക്കുക എന്നത് തന്നെയാണ് ഈ സൈനിക നീക്കത്തിന്റെ ലക്ഷ്യമെന്ന കാര്യത്തിലും തർക്കമില്ല. ആ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ സ്വാഭാവികമായും ശക്തമായ ഒരു പിന്തുണ യൂറോപ്യൻ രാജ്യങ്ങളുടെയും അതുപോലെ തന്നെ ഡെൻമാർക്കിന്റെയും ഭാഗത്തു നിന്ന് ഗ്രീൻലൻഡിന് ലഭിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായാൽ ഒരു റഫറണ്ടത്തിനുള്ള സാധ്യത തീരെ ഉണ്ടാവുകയില്ലെന്നും, അഥവാ റഫറണ്ടം ഉണ്ടായാൽ തന്നെ അത് അമേരിക്കയ്ക്ക് അനുകൂലമാകാനുള്ള സാധ്യത പൂർണ്ണമായും ഒഴിവാക്കുക എന്ന രാഷ്ട്രീയമായ ഒരു നീക്കവും ഈ സൈനിക നടപടിയുടെ പിന്നിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്ത് തന്നെയായാലും ഗ്രീൻലൻഡിനെ കൈവശപ്പെടുത്താനുള്ള അമേരിക്കയുടെ നീക്കത്തെ യൂറോപ്യൻ രാജ്യങ്ങൾ എതിർക്കുന്നു. ഫ്രാൻസ് തന്നെ നേരിട്ട് മുന്നിൽ നിന്ന് എതിർക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, അവിടേക്ക് സൈന്യത്തെ കൂടി അയച്ച് പൂർണ്ണമായ പ്രതിരോധം ഒരുക്കാനുള്ള ഒരു നീക്കം കൂടി നടത്തുമ്പോൾ തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, ഗ്രീൻലൻഡ് പോലുള്ള രാജ്യങ്ങളെ വികസിപ്പിക്കുന്നതിന് കൈവശപ്പെടുത്തി തങ്ങളുടെ ടെറിട്ടറി വികസിപ്പിക്കുന്നതിനുള്ള അമേരിക്കയുടെ നീക്കമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപിത നയത്തെ ശക്തമായി എതിർക്കുകയാണ് ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ. മാത്രമല്ല, അമേരിക്കയിലെ കോൺഗ്രസ് തന്നെ, സെനറ്റ് തന്നെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്കെതിരായ ഒരു നിലപാട് അനൌദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. വലിയ തോതിൽ അത് വോട്ടെടുപ്പിൽ അംഗീകരിക്കപ്പെടുകയും റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങൾ പോലും ആ വോട്ടെടുപ്പിനെ അനുകൂലിച്ച നിലപാട് സ്വീകരിക്കുകയും പ്രമേയത്തെ അനുകൂലിച്ച നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലങ്ങളെല്ലാം ചേർത്ത് വായിക്കുമ്പോഴാണ് ഗ്രീൻലൻഡിലെ സൈനിക വിന്യാസത്തെ സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു ചിത്രം തെളിയുകയും ചെയ്യുന്നത്. ശരി, ഐസനാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്.